1-2 വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ വടക്കാഞ്ചേരിക്കടുത്തുള്ള മംഗലം ഗ്രാമത്തിൽ അതിരാവിലെ വീടുകളിൽ പത്രം വിതരണം ചെയ്യാൻ പോയിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, റിസ്വാന. സ്വപ്നങ്ങൾ ആഗ്രഹമാകുമ്പോൾ, ആഗ്രഹം ആവേശമാവുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികളെയും മറികടക്കാൻ മനുഷ്യന് സാധ്യമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ മിടുക്കിയുടെ ജീവിതകഥ. തന്റെ കുടുംബത്തിന് താങ്ങായി പുലർച്ചെ തന്നെ പത്രം വിതരണം ചെയ്യാൻ പോകുമ്പോഴും അവളുടെ ഉള്ളിലെ MBBS എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും അവൾ പരിശ്രമിച്ചു. ഈ പരിശ്രമത്തിന് ഊർജ്ജമേകാൻ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ചേരുകയും തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നീറ്റ് 2023 മികച്ച റാങ്ക് കരസ്ഥമാക്കുകയും റിസ്വാന ചെയ്തു. റിസ്വാന ഇപ്പോൾ തമിഴ്നാട് നാമക്കൽ മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ട് അന്ന് സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബ്രില്യന്റിലെ ഓർമ്മകളും ഇപ്പോൾ അനുഭവിക്കുന്ന MBBS ജീവിതവുമൊക്കെ റിസ്വാനയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് അടുത്തറിയാം. റിസ്വാന, once again welcome back to Brilliant. Thank you. Okay, അപ്പോ എന്താണ്, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞിട്ട് ലീവിന് നാട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോ ബ്രില്യന്റ് ഫാമിലിനൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാമെന്ന് കുറെ നാളായി ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ക്ലാസ്സും കാര്യങ്ങളുമായിട്ട് എനിക്ക് ഗ്യാപ്പ് കിട്ടിയിരുന്നില്ല. അപ്പം ഇപ്പോഴാണ് ലീവ് കിട്ടുന്നത്. അപ്പം ഞാൻ വന്നതാണ്. ലീവ് കിട്ടിയപ്പോ തന്നെ ബ്രില്യന്റിലേക്ക് എല്ലാവരൊക്കെ കാണാൻ വേണ്ടി വന്നു അല്ലേ? ഓക്കെ. അപ്പോ സ്വാന ഇവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് ആണ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിട്ട് എവിടെയാണ് പഠിക്കുന്നത്? തമിഴ്നാട്ടിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നാമക്കലിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. ആദ്യമേ തന്നെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാട്ടോ, കാരണം ഇപ്പോൾ നീറ്റ് അലോട്ട്മെന്റ്, മെഡിക്കൽ അലോട്ട്മെന്റ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുന്നതിനോടൊക്കെ ഇപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ റിസ്വാനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഓൾറെഡി കേരളത്തിന് വെളിയിൽ ചെന്ന് MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു കോളേജ് എക്സ്പീരിയൻസും? അതുപോലെ അങ്ങനെ ഹെസിറ്റന്റ് ആവേണ്ട ഒരു ആവശ്യമുണ്ടോ വിദ്യാർത്ഥികൾക്ക്? സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷെ എനിക്കും ഫസ്റ്റ് ഒക്കെ കോളേജ് സെലക്ട് ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എങ്ങനെയായിരിക്കും എന്നറിയില്ല, എന്താണ് അവസ്ഥ എന്നറിയില്ല. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതും 1-2 വർഷങ്ങൾക്കല്ല, ഒരു 5 വർഷത്തോളം നമ്മൾ മാറി നിൽക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവിടെ പോയി നിന്നപ്പോൾ മനസ്സിലായി എല്ലാ കോളേജസും ഒരുപോലെയൊക്കെ തന്നെയാണ്. ഹോസ്റ്റലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. പിന്നെ പ്രത്യേകിച്ച് എന്റെ കോളേജ് പുതിയ കോളേജ് ആയതുകൊണ്ട് ഹോസ്റ്റൽ സൗകര്യവും കാര്യങ്ങളൊക്കെ ഭയങ്കര സുഖമാണ്. നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ് ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പോഴും കുറെ കുട്ടികൾ, എനിക്കറിയുന്ന കുട്ടികൾ എന്നെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ഇതാണ് റാങ്ക്, പക്ഷെ കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് ഇല്ല, മെഡിക്കൽ കോളേജ് പുറത്ത് നോക്കണം എന്നുണ്ട്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്നത് എന്തായാലും MBBS എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. സോ അത് എവിടെ പഠിച്ചാലും ഡിഗ്രിയാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് പുറത്ത് പഠിച്ചാല്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഏജിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ചെറിയൊരു കൾച്ചറൽ ഷോക്കും കാര്യങ്ങളൊക്കെ. അതെ, നമുക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ നമ്മള് അതൊന്ന് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ പോയാൽ പഠിക്കും. നമ്മുടെ കംഫർട്ട് സോൺ നോക്കി നിന്നാല് നമുക്ക് പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പോയതിന് ശേഷമാണ് പഠിക്കുന്നത്. ഏതൊരു കാര്യമാണെങ്കിലും, ഇപ്പൊ ട്രാവലിംഗ് ആയാലും, ഇപ്പൊ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി തുടങ്ങുമ്പോഴാണ് അറിയുക. എന്തും ചെയ്തു നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ. അപ്പോ 2 വർഷത്തോളായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലുണ്ടല്ലേ? അതെ. തമിഴൊക്കെ പഠിച്ചോ? അത്യാവശ്യം പഠിച്ചല്ലേ? തമിഴൊക്കെ നമുക്ക് അവിടെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 2 വർഷം അവിടെ പഠിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം റിസ്വാനി ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിരുന്നു അല്ലേ? അപ്പൊ ഇപ്പോൾ 1 കൊല്ലത്തെ എക്സ്പീരിയൻസോടെ ആ ഒരു ആംബിയൻസിൽ, ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ നിന്ന് റിസ്വാനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആസ് എൻ MBBS സ്റ്റുഡന്റ് 2 വർഷം കൊണ്ട് റിസ്വാന മനസ്സിലാക്കിയ MBBS എന്താണ്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇവിടുന്ന്, അതായത് ഒരു കോളേജിൽ ചെല്ലുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. കോളേജ് എല്ലാവരും കോഴ്സ് എടുക്കുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പോൾ അത് നമ്മുടെ ലൈഫാണ്. എന്താണ് ആ ഒരു എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തത്? അല്ലെ എന്താണ് MBBS അക്കോർഡിംഗ് ടു റിസ്വാന?
നമ്മള് നീറ്റിന് പഠിക്കുമ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ നീറ്റിന് പഠിക്കുമ്പോ വിചാരിക്കും MBBS പോയിട്ട് നല്ല അടിച്ചു പൊളിക്കാം കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ MBBS എന്ന് പറയുന്ന ആ കോഴ്സിന് എത്രത്തോണ്ട് പവർ ഉണ്ടോ അത്രയും പവറിൽ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു കോഴ്സിനെ ഫസ്റ്റ് ഇയർ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം, ആ ഒരു കോഴ്സും കാര്യങ്ങളും അതിപ്പോ ഏതാണെങ്കിലും ഇപ്പൊ നീറ്റിന് വരികയാണെങ്കിലും ആ ഒരു 1 month നമുക്ക് എടുക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇതാവാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ MBBS പോകുമ്പോൾ ഫസ്റ്റ് ഒരു 6 months നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോണ്ട് സീരിയസ് ആണ് ഈ ഒരു കോഴ്സ് എന്നുള്ളത്, എത്രത്തോണ്ട് നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ എത്രത്തോണ്ട് സീരിയസ് ആയി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ഒരു 6 months നമുക്ക് മനസ്സിലാവുക. ശരിക്കും പറഞ്ഞാൽ കോഴ്സ് എത്രത്തോണ്ട് നല്ലൊരു കോഴ്സാണോ അത്രയും നന്നായിട്ട് നമ്മള് അതിനെ നമ്മൾ അങ്ങനെയാണ്. കാരണം അത്രയും നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതൊരു കോളേജ് ആണെങ്കിലും, ഇവിടെയല്ല തമിഴ്നാടല്ല, MBBS എന്ന് പറയുന്നത് എവിടെ പഠിക്കുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു നമ്മൾ ആ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് തന്നെ വേണം പഠിക്കാനായിട്ട്. അപ്പൊ എനിക്ക് ആ ഒരു 6 month ടൈം പീരീഡ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഏത് കോളേജിലും അതിപ്പോ കേരളത്തിലായിക്കോട്ടെ ആണെങ്കിലും നമുക്ക് ആ ഒരു സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആവണം. കാരണം നീറ്റിന് എന്ന് പറയുമ്പോൾ നമ്മൾ MCQ വൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ ഇത് ഫുൾ essay ടൈപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ അതിൻ്റെതായിട്ടുള്ള നമുക്ക് ആ ഒരു റൈറ്റിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഈസി ആയിരിക്കും പഠിക്കാൻ. തീർച്ചയായിട്ടും കുറെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോ നമ്മള് മുൻപ് റിസ്വാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിരവധി ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ കിട്ടിയ വീഡിയോസ് ആണ്. അപ്പോൾ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്യും, അങ്ങനെ ആരെങ്കിലും ചെയ്തായിരുന്നു? എന്റെ കൂടെ പഠിക്കുന്നവരും അവിടെ പോയപ്പം അറിയായിരുന്നു. കാരണം ഒട്ടുമിക്ക പേരും ബ്രില്യന്റിൽ ഉള്ളവർ തന്നെയാണ് അവിടെ വന്നിരുന്നത്. പിന്നെ ഇപ്പൊ ജൂനിയേഴ്സ് വരികയാണെങ്കിലും വന്ന് വേഗം സംസാരിച്ചു, ഇങ്ങനെ അവിടെയല്ലേ പഠിച്ചേ, അതൊക്കെ കേൾക്കുമ്പോ സന്തോഷമാണ്. കാരണം ഞാൻ പഠിച്ചോടത്ത് തന്നെയാണ് എല്ലാരും വരുന്നത്. അപ്പം നമുക്ക് അത്ര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യില്ല, ആരും തമ്മില് സ്ട്രേഞ്ച് ആയിട്ട് തോന്നില്ല. എല്ലാരും അറിയുന്ന ആൾക്കാർ തന്നെ വരുന്ന പോലെയാണ് തോന്നുന്നത്. വലിയൊരു കാര്യമാണ്. റിസ്വാനയുടെ ആ ഒരു ബാച്ചിൽ ബ്രില്യന്റ് എന്നുള്ള എത്ര പേരുണ്ട്? എന്റെ ബാച്ചില് ആകെ 2 കുട്ടികളേറ്റമാണ് വേറെ ഉള്ളൂ. ബാക്കി എല്ലാരും മലയാളീസ്, എല്ലാരും ബ്രില്യന്റ് എന്നാണ്. മലയാളീസ് എല്ലാരും ബ്രില്യന്റ് തന്നെ. അപ്പൊ മൊത്തം എത്ര സീറ്റ് ഉണ്ട് അവിടെ? 15 seats ആണ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക്. അതിൽ തന്നെ കുറച്ച് പേര് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ മലയാളീസ്. അങ്ങനെ മലയാളീസ് ഉള്ളതില് 2 പേര് ഒഴികെ ബാക്കി എല്ലാരും ബ്രില്യന്റിന്റെ ആൾക്കാർ തന്നെയാണ്. ഓക്കെ, അത് ബ്രില്യന്റിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം നാമക്കൽ കോളേജ് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏത് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ പരിശോധിച്ചാലും അവിടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബ്രില്യന്റിലേതാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഏകദേശം 90-95%. എന്റെ കോളേജിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യൻസ് വരുന്ന കോളേജാ കമ്പാരിറ്റീവ്ലി. പക്ഷെ ചില കോളേജിലൊക്കെ ഉള്ള ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ഫുള്ള് മലയാളീസ് വരുന്ന സീറ്റ്സ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ കുറെ പേര് മലയാളീസ്, കുറെ പേര് ബ്രില്യന്റ് എന്നായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഒരു ഫെമിലിയർ ഫേസ് ആണ്. അതെ, ഓക്കെ. ഈ ഫെമിലിയർ ഫേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയായിരുന്നല്ലേ? ഇൻഷാല്ലാ തുടങ്ങിയിട്ടുണ്ട്. നന്നായി കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം കോളേജിലാണെങ്കിലും നമുക്ക് ചില ടൈമൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും പഠിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് തുടങ്ങിയൊരു ആ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം റിസ്വാനയുടെ ആ ഒരു സ്റ്റഡിങ് ടൈമിൽ അന്നേരമാണ് നമ്മളെ വീഡിയോ എടുത്തതും വളരെയധികം ശ്രദ്ധ ആകർഷിച്ചതൊക്കെ. കാരണം പഠിത്തത്തോടൊപ്പം തന്നെ അതിരാവിലെ എഴുന്നേറ്റ് പത്രം ഇടാൻ പോവുകയും അങ്ങനെ വളരെയധികം കഷ്ടപ്പാടൊക്കെ സഹിച്ചാണ് നമ്മൾ ഈ ഒരു നിലയിൽ എത്തിയത്. അന്നും മൾട്ടി ടാസ്കിങ് ആയിരുന്നു. ഇന്നിപ്പോ MBBS സീറ്റ് കിട്ടി, പഠനം നടക്കുന്നു, അതിന്റെ കൂടെ വീണ്ടും മൾട്ടി ടാസ്കിങ് ആയിട്ട് യൂട്യൂബ് ചാനൽ. ഇത് എവിടുന്ന ഇതിനുള്ള സമയം കിട്ടുന്നത്? ഇല്ല, സത്യം പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം ഇപ്പൊ ഒരു കാര്യത്തിന് ഭയങ്കര ബർഡൻ ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് വേറുള്ള ഒരു കാര്യം ചെയ്യാനും തോന്നാത്തത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മള് ഫ്രീ ആയിട്ടിരിക്കണേക്കാളും ബിസി ആയി ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിന്റെ ഒരു പ്രിവിലേജ് കിട്ടുക. കാരണം എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാവും, നമ്മൾ ഓരോ ടൈമും എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെ തോന്നും. അപ്പം നമ്മൾ ചെയ്തു തുടങ്ങിയ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ഓരോ കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് വേറെ കുറെ ആലോചിച്ചിരിക്കാനോ സങ്കടപ്പെട്ടിരിക്കാനോ ഒന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. ഇപ്പൊ സ്ട്രെസ് ആണെങ്കിലും അത് ആലോചിച്ചിരിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യായിരിക്കും. അപ്പൊ മാക്സിമം ഇൻവോൾവ് ആയിട്ട് ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോ ഈ മൾട്ടി ടാസ്കിങ് ഭാവിയിലും തുടരുന്നതായിരിക്കും അല്ലേ? ഓക്കെ. 2025 നീറ്റ് റിസൾട്ട് ഒക്കെ അറിഞ്ഞായിരുന്നു? നല്ല ടഫ് ആയിരുന്നൊക്കെയാണ് കേട്ടത്. ഓക്കെ, എന്ത് തോന്നിയായിരുന്നു? അത്രയും വലിയൊരു ടഫ് എക്സാം ഒക്കെ ആയിരുന്നു എന്ന് അറിഞ്ഞപ്പോ? എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അതിന് തൊട്ട് മുന്നത്തെ എക്സാം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നല്ലോ നീറ്റിന്റെ ആ ടൈമിൽ. അപ്പം ആ ഒരു നീറ്റിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കുറച്ച് പിന്നെയും വന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ അതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ട് ടഫും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലും റാങ്ക് വൈസ് നോക്കുമ്പോൾ ആർക്കും ഒരു വ്യത്യാസം വരുന്നില്ല സത്യം പറഞ്ഞാൽ.
ലൈക്ക് കുട്ടികൾ നേടുന്നുണ്ട്, കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും. അപ്പൊ അതിനനുസരിച്ചുള്ള അവര് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് അവർക്ക് എന്തായാലും കിട്ടും. കാരണം അതിനനുസരിച്ച് മാർക്കും ലൈക്ക് കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയുമല്ലോ. അപ്പം നമ്മൾ ഡിസേർവിംഗ് ആണെന്നുണ്ടെങ്കിൽ എത്ര ടഫ് ആണെങ്കിലും നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പോൾ ഇനിയും ആദ്യമേ ചോദിച്ച പോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ അലോട്ട്മെന്റിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ 2 പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഇതാണ് ചോദിക്കാം. കാരണം ഒന്ന്, മറ്റൊരു സംസ്ഥാനത്തിൽ പോയി പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, 2 സെക്കൻഡ് ഇയർ MBBS കഴിഞ്ഞ് 3rd ഇയറിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു MBBS സ്റ്റുഡന്റ് എന്നൊരു നിലയിൽ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ഇപ്പം പുറത്ത് പോയി പഠിക്കാൻ ഭയങ്കര പേടിയുള്ള കുട്ടികൾ ഉണ്ടാവും. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനില്. അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അവിടെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് തന്നെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്കത് അഡ്ജസ്റ്റിംഗ് ആണോ, നിങ്ങൾക്കത് പറ്റുമോ എന്നുള്ള കാര്യം ആദ്യം അറിയാം. ഇപ്പം മാക്സിമം നമ്മൾ ഏതൊരു കോളേജ് ആണെങ്കിലും നിങ്ങൾക്ക് അത്രയും ഡ്രീം ആണ്, നിങ്ങളുടെ MBBS എന്നുള്ള ഒരു ഡ്രീം അത്രയും ഭയങ്കര സിൻസിയർ ആയിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു കോളേജിലാണെങ്കിലും നിങ്ങൾ എന്തായാലും പഠിക്കും. സോ അവിടുത്തെ ബാക്കിയുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവും നമ്മൾ. അപ്പം വേറൊരു കോളേജ്, പുറത്തുള്ള ഒരു കോളേജ് വെക്കാൻ ഒട്ടും പേടിക്കണ്ട. നമുക്ക് ഈസിയാണ്, ട്രാൻസ്പോർട്ട് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് നമുക്ക് പോയി വരാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. പിന്നെ പഠിക്കാൻ എന്ന് പറഞ്ഞാല് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അത്യാവശ്യം നന്നായി പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നീറ്റ് ഇപ്രാവശ്യം വിചാരിച്ചൊരു സ്കോർ കിട്ടിയില്ല, അതിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും സങ്കടപ്പെടണ്ട. നിങ്ങൾ നോക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. അത്രയും നിങ്ങൾക്ക് MBBS താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ വർക്ക് ചെയ്യുക, ഒന്നുകൂടെ നോക്കി നോക്കുക. കാരണം ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എക്സാം അല്ല. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം ടഫ് ഉള്ള ഒരു എക്സാമും കൂടിയാണ്. കാരണം ഇപ്രാവശ്യം ടഫായി, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം മാക്സിമം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുക്കുക. എന്താണെങ്കിലും നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾക്ക് തന്നെ എത്തും. ചുരുക്കം പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറഞ്ഞ ആ ഒരു രീതി തന്നെയാണല്ലേ നീറ്റിൽ എല്ലാ വിദ്യാർത്ഥികളും ഉറ്റു നോക്കേണ്ട ഒരു കാര്യം തന്നെ. ഓക്കെ, ബ്രില്യന്റിനോട് എന്താണ് പറയാനുള്ളത്? കാരണം വലിയൊരു ജേർണിയാണ്, അതിൽ വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ജേർണിയാണ്. പല വിദ്യാർത്ഥികൾക്കും നോക്കി കാണാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ്. അപ്പോൾ അതിന്റെ ആ ഒരു ജേർണിയിൽ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രില്യന്റ് ആയിരുന്നു. സത്യം പറഞ്ഞ ഒരു ചാപ്റ്റർ അല്ല, എന്റെ ഒരു മേജർ പാർട്ട് ഞാൻ ബ്രില്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. കാരണം ഞാൻ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഒരു നീറ്റ് ബേസ്ഡ് ആയിട്ട് കോച്ചിങ് എടുത്ത ഒരാളെ അല്ല ഞാൻ. അതിനുശേഷം റിപ്പീറ്റിനാണ് ഞാൻ ബ്രില്യന്റിലേക്ക് വരുന്നത്. അപ്പം സ്റ്റാർട്ടിങ് തൊട്ട് എനിക്കൊരു ബേസ് കൂടെ ഇല്ലാതെ ഞാൻ വന്നിട്ട് എന്നെ തന്നെ ഇംപ്രൂവ് ചെയ്തതാണ്. അതിന്റെ ഒരു മേജർ പങ്കും ബ്രില്യന്റിന് തന്നെയാണ്. സോ ബ്രില്യന്റിന് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലെ സ്റ്റുഡന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഒരു വർഷം ബ്രില്യന്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താ? ഇവിടുത്തെ ഫുഡ് ആയിരിക്കും സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പൊ നമുക്ക് വേറെ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും അവിടെ നമ്മൾ എത്രത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഫുഡിനാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും റൈസ് ഒക്കെ വേറെ ആണല്ലോ. അപ്പൊ മനസ്സിലാവും ഇവിടെ എങ്ങനെയായിരുന്നു, ഫുള്ള് നോൺ വെജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫുഡ് നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സസ് ആണെങ്കിലും അപ്പൊ അവിടെ ഇത്രയും പേർക്ക് ഇരുത്തിയിട്ടാണ് നമുക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ. അപ്പം എപ്പോഴും അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പം പക്ഷെ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ എങ്കിലും അങ്ങനെയുള്ള കുറെ മൂമെന്റ്സും ക്യാൻറ്റീൻ ആണെങ്കിലും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലാണെങ്കിലും ഹോസ്റ്റലത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പം ഇവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ഇപ്പോഴും ഭയങ്കര കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസ്വാന നീറ്റിന് അത്രയും നല്ല സ്കോറൊക്കെ മേടിച്ച ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു നീറ്റിന് ഒരു വിദ്യാർത്ഥി പ്രിപ്പയർ ചെയ്യേണ്ടത്? കാരണം ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ നമ്മുടെ ബ്രില്യന്റിൽ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമാണ്. കാരണം അവരെല്ലാം ഇപ്പോൾ 2026 നീറ്റിലേക്ക് ഭയങ്കര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആസ് എ നീറ്റ് വിന്നർ എങ്ങനെയാണ് ഒരു നീറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പം ബ്രില്യന്റിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. വീക്ക്ലി എക്സാംസ് എപ്പോഴും ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ നമുക്ക് മാർക്ക് കുറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ മാർക്ക് അത്യാവശ്യം കൂടിയിരിക്കുന്ന ടൈം ഉണ്ടായിരിക്കും. അപ്പം ഏത് ഇപ്പൊ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിനെ ഒരുപോലെ അപ്രോച്ച് ചെയ്യാനായിട്ട് നോക്കുക മാക്സിമം. കാരണം ഇപ്പൊ നമ്മൾ ഈ ഒരു 1 ഇയർ ജേർണി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. സോ അതിന്റെ ഇടയിൽ ഡൗൺഫോളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും. അപ്പൊ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. എന്തായിക്കോട്ടെ റിസൾട്ട് എന്തായിക്കോട്ടെ, വീക്ക്ലി എക്സാംസ് അല്ല നമ്മളെ ജഡ്ജ് ചെയ്യണത്, നമ്മുടെ റിസൾട്ട് പ്രെഡിക്ട് ചെയ്യണതും വീക്ക്ലി എക്സാംസ് അല്ല. സോ ഇതിൽ മാർക്ക് കുറഞ്ഞോട്ടെ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യണത് ഒരിക്കലും നിർത്തരുത്. ഈ ഒരു എക്സാം കുറഞ്ഞോ, ഈ ഒരു എക്സാമിന്റെ മാർക്ക് കുറഞ്ഞോ എന്നുള്ളതിന്റെ ബേസിൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡൗൺ ആവുകയാണ്. ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് എത്രത്തോണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ
ഇപ്പം നിങ്ങൾ മാർക്ക് കൺസിഡർ ചെയ്യേ വേണ്ട. കാരണം ഞാനും കുറെയൊക്കെ വീക്കിലി എക്സാംസിന് മാർക്ക് കുറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ എപ്പോൾ സർവൈവ് ചെയ്ത് അതെപ്പോൾ നമ്മൾ ആ ഒരു കാര്യം റിയലൈസ് ചെയ്തിട്ട് എപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നോ അപ്പൊ തൊട്ട് നമുക്ക് മാക്സിമം നമ്മുടെ 100% കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്കറിയില്ല കാരണം എങ്ങനെയാണ് ഇനി അടുത്ത നീറ്റ് എങ്ങനെയാണ്, ടഫ് ആയിരിക്കോ ഈസി ആയിരിക്കോ എന്നൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. അപ്പോ ഈ ഇഷ്ട സബ്ജക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ വരുന്നതിന് മുന്നേ ബയോളജി ആയിരുന്നു എനിക്ക് ഇഷ്ടം. കുറച്ചുകൂടെ ഈസിയാണ് പഠിക്കാൻ എന്നുള്ളൊരു രീതിക്ക്. പക്ഷെ നീറ്റിന് വന്നു കഴിയുമ്പം എല്ലാ സബ്ജക്റ്റും അതിൻ്റെതായിട്ടുള്ള ടഫ്നെസ് ഉണ്ടായിരിക്കും. സോ എല്ലാ സബ്ജക്റ്റും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സോടെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. കാരണം ഈസിയാന്ന് വിചാരിച്ചിട്ട് സില്ലിയായിട്ട് കളയാൻ ഒരു സബ്ജക്റ്റിന് നമുക്ക് പറ്റില്ല. അപ്പം അതൊക്കെ നമ്മൾ നീറ്റിന് വരുമ്പോൾ തന്നെ നമ്മൾ റിയലൈസ് ചെയ്യും. കാരണം ഓരോ എക്സാമിനും അതിൻ്റെതായിട്ടുള്ള പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഓരോ സബ്ജക്റ്റ് ആണെങ്കിലും. തൊട്ട് മുന്നേ റിസ്വാന പറഞ്ഞു റിസ്വാനയും ചില മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയപ്പോൾ ഡൗൺ ആയി പോയിരുന്നു. ഒക്കെ റിസ്വാന പേഴ്സണലി എങ്ങനെയാണ് ആ ഒരു അപ്സെറ്റ് ആയിട്ടുള്ള ഒരു മൂഡിൽ നിന്ന് ഒന്ന് ഉയർത്തെഴുന്നേറ്റ് എന്തെല്ലാം മെത്തേഡ്സ് ആണ് റിസ്വാന യൂസ് ചെയ്തത്? ആദ്യമൊക്കെ ഇപ്പൊ നമുക്ക് നമ്മുടെ ടാബിലായിരിക്കുമല്ലോ വരിക, സ്കോറും കാര്യങ്ങളൊക്കെ നമ്മുടെ ടാബിലായിരിക്കും വരിക. അപ്പൊ ഫസ്റ്റ് ഒക്കെ നമുക്ക് മാർക്ക് കുറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, അപ്പൊ എനിക്ക് എന്തായാലും നീറ്റ് കിട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന കുറെ ടൈം ഉണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, എന്തായാലും ഈ ഒരു ഫേസ് നമ്മൾ കിടക്കണം, എന്നാലാണ് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് നന്നായി പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ടാബിലുള്ള മാർക്ക് വരുന്ന ടൈമിൽ അപ്പൊ ഞാൻ നോക്കുകയില്ല. ഞാൻ അന്നത്തെ ദിവസം എത്രത്തോളം എനിക്ക് പഠിക്കാനായിട്ട് പറ്റുമോ അന്ന് ഫുള്ള് പഠിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്ത് ഞാൻ ജസ്റ്റ് മാർക്ക് നോക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോഴേ ഉറങ്ങും. പിന്നെ ഞാൻ അത് മറക്കും. കാരണം നമ്മൾ അത് ആലോചിച്ചിരിക്കാനുള്ള, കാരണം പഠിക്കുന്നതിന്റെ ഇടയിലൊക്കെയാണ് ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അന്നത്തെ ദിവസേ പോവും, അതും ആലോചിച്ചിരിക്കും. സോ ഞാൻ ഉറങ്ങാൻ നേരത്ത് ഒന്ന് നോക്കിയിട്ട് ഓക്കെ ഇതാണ് നിന്റെ മാർക്ക്, ഓക്കെ ഫൈൻ കഴിഞ്ഞു, ഇനി അടുത്ത ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ തന്നെ ഓരോ വഴികൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോ ടാബിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇ ലേണിംഗ് ആപ്പിന്റെ കാര്യം പറഞ്ഞു. അതുകൂടാണ്ട് തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്റർ വിദ്യാർത്ഥികൾക്കായിട്ട് നിരവധി ഫെസിലിറ്റീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലേത് ഫെസിലിറ്റിയാണ് റിസ്വാനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതുപോലെ ഏറ്റവും ഉപകാരപ്പെട്ടത്? എനിക്ക് ഇപ്പം ഞാൻ ഡയറക്റ്റ് ആയിട്ട് ലൈക്ക് 1-to-1 ഡൗട്ട് ചോദിക്കുന്ന ഒരാളല്ല. എനിക്ക് അതിന് കുറച്ച് മടിയായിരുന്നു. അപ്പം അതിൽ ടാബിൽ നമുക്കൊരു ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് പ്രൊഫസേഴ്സിനോട് തന്നെ ഡൗട്ട് ചോദിക്കാം, മെസ്സേജ് ആയിട്ട് ഓൺലൈൻ വഴി നമുക്ക് ഡൗട്ട് ചോദിക്കാം. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ ആ ഒരു ഫീച്ചർ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കണത്. പക്ഷെ അത് അറിഞ്ഞതിന് ശേഷം ഞാൻ മാക്സിമം ആ ഒരു പ്ലാറ്റ്ഫോം ഞാൻ നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഓരോ ഡൗട്ട് ചോദിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും അങ്ങനെ ഓൺലൈനായിട്ട് ചോദിക്കുമ്പോൾ ആരും നമുക്ക് കണ്ടു റിപ്ലൈ തരില്ല എന്ന്. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. സോ അങ്ങനെയാണ് എന്റെ മാക്സിമം ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തത് ആ ഒരു ഫെസിലിറ്റി മൂലമാണ്. അങ്ങനെ ആ ഒരു ഓൺലൈൻ ടാബ് ആ ഒരു സംഭവമാണ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നത്. ടാബിൽ തന്നെ ആ ഒരു ഫീച്ചർ ആയിരുന്നു എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ റിപ്പീറ്റഡ് സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഹോസ്റ്റലിലായിരുന്നു അല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ വൈബ്, ഫ്രണ്ട്സ്, അതുപോലെ വാർഡൻ കാര്യങ്ങളൊക്കെ? ഹോസ്റ്റലൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ നമ്മൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് നടക്കാനൊന്നും പറ്റില്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടല്ലോ. അപ്പൊ കുറച്ച് ടൈം ഫ്രണ്ട്സിന്റെ കൂടെ, പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു ടൈം ഞങ്ങൾ എപ്പോഴും മാറ്റി വെക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം എപ്പോഴും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇടയിൽ ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കാനും, ഇപ്പൊ ആരുടെയൊക്കെ ഫാമിലി വന്ന് അതിനനുസരിച്ച് നമ്മുടെ ടൈം അതിനനുസരിച്ചും കൊടുത്തിരുന്നു. സോ എനിക്ക് ഹോസ്റ്റൽ ഒരിക്കലും മടുത്തിരുന്നില്ല. സ്റ്റഡീസും കാര്യങ്ങളൊക്കെ സംടൈംസ് നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അപ്പോഴും അവിടുത്തെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഒരാൾക്ക് പ്രശ്നം വന്നാല് എല്ലാരും കൂടെ ചേർന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോ റിസ്വാന നീറ്റിൽ മികച്ച വിജയമൊക്കെ നേടി ഇപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടട്ടെ. അതോടൊപ്പം തന്നെ MBBS ഒക്കെ പഠിച്ച് നമ്മുടെ സാധാരണക്കാർക്കൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ നല്ലൊരു ഡോക്ടറായി തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് വരാൻ റിസ്വാനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ വെരി ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.